കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 8-ാം അധ്യായം 29-ഉം 30-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് ഇത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ആത്യന്തിക നന്മ എന്താണെന്ന് ചോദിച്ചാൽ ഈ വേദഭാഗത്തുണ്ട്. എന്താണ്? അവൻ്റെ പുത്രനോട് അനുരൂപരാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തോട് അനുരൂപരാകുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾ പ്രത്യക്ഷത്തിലും ഭാവത്തിലും സത്തയിലും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാകണം എന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നമുക്ക് സാധ്യമാക്കാവുന്ന ഏറ്റവും നല്ല ലക്ഷ്യം സമ്പന്നതയോ അല്ലെങ്കിൽ ഉയർച്ചകളോ കീർത്തിയോ ഒന്നും തന്നെയല്ല. പിന്നെയോ അവൻ്റെ പുത്രനോട് അനുരൂപരാകുകയാണ്. അതാണ് ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നതും ഇതുതന്നെയാണ്. ഈ വേദഭാഗത്ത് ഏതാണ്ട് 5 കാര്യങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട്. 5 കാര്യങ്ങൾ. അവകൾ ലളിതമായിട്ട് ഞാനത് ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് അവിടെ പറയുന്ന ഒരു പദപ്രയോഗം അവൻ മുന്നറിഞ്ഞു എന്നുള്ളതാണ്. അവൻ മുന്നറിഞ്ഞു. മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പേ സകലത്തിൻ്റെയും പരമസമാപ്തി എങ്ങനെ ഇരിക്കുമെന്ന് ദൈവം കണ്ടു. ആ ദൈവത്തിൻ്റെ മുന്നറിവിൽ അതിനുള്ള പരിഹാരവും കൂടുതൽ നടപടിയും തയ്യാറായിരുന്നു. ഈ കരുതൽ അഥവാ ദൈവിക പരിപാലനത്തിന് അനുഗ്രഹീതമായ ഒരു നല്ല അർത്ഥമുണ്ട്. എന്താണ് അർത്ഥം? ദൈവം നമ്മെ കാണുന്നത് കൊണ്ട് ദൈവം കരുതുവാനും കഴിവുള്ളവനാണ് എന്നുള്ളതാണ്. ദൈവം നിത്യതയുടെ ആരംഭത്തിൽ നിന്നും സകലത്തെയും നോക്കുമ്പോൾ എല്ലാം അതിൻ്റേതായ സമയത്ത് സംഭവിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നതായി കാണുകയുണ്ടായി. അവൻ നമ്മെ ഓരോരുത്തരെയും നോക്കി ഏത് സമയത്താണ് നാം ജനിക്കുന്നത് എന്ന് കണ്ടു. നാം ചിന്തിക്കാൻ പോകുന്ന ചിന്തകളെ പോലും അവൻ കണ്ടു. പാപം പോലും അവൻ അറിഞ്ഞിരുന്നു. അവയെല്ലാം ദൈവം ക്രൂശിൽ വെച്ച് യേശുക്രിസ്തുവിന്മേലാക്കി. അല്ലേ? നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പാപത്തിൻ്റെ പരിഹാരം യേശുക്രിസ്തു ക്രൂശിൽ നിർവഹിച്ചു കഴിഞ്ഞു. ഇല്ലേ? നാം ദൈവത്തിൻ്റെ ക്ഷണത്തെ നിരസിച്ചാൽ ഒരിക്കലും നമുക്ക് അവൻ്റെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെടേണ്ടവരിൽ ഒരുവൻ ആയിരിക്കുവാൻ കഴിയുകയില്ല. ദൈവം നമ്മളെ മുന്നറിഞ്ഞു എന്നുള്ളത് എത്ര അനുഗ്രഹീതമായൊരു കാര്യമാണതല്ലേ? മറ്റൊരു പദപ്രയോഗം നോക്കിയേ. ഒന്നാമത് നാം ചിന്തിച്ചത് അവൻ മുന്നറിഞ്ഞു എന്ന് മാത്രമല്ല, അവൻ മുൻ നിയമിച്ചു. ഈ പ്രയോഗങ്ങളൊക്കെ വാസ്തവത്തിൽ നമുക്ക് ഏറെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം പ്രയാസമുണ്ടാകാമായിരിക്കാം. ഈ പ്രയോഗം പലരെയും അത്ഭുതപ്പെടുത്താറുണ്ട്.
മുമ്പേ ഉള്ളത് അല്ലെങ്കിൽ മുമ്പേ എന്നൊക്കെ വേണമെങ്കിൽ ഒരു ചെറിയ വാക്കിൽ ഇതിനർത്ഥം കൊടുക്കാം. അല്ലെങ്കിൽ വിധി നിർണയിക്കുക എന്നൊക്കെ ഇതിനർത്ഥം സ്വീകരിക്കാം. യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഭാവി ദൈവത്താൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സാരം. ആ വിധി നിർണയപ്രകാരം ഈ ഭൂമിയിൽ വെച്ച് നാം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അവനുമായി സംയോജിച്ച് വേണം നടപ്പിലാക്കേണ്ടത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അതേപ്പറ്റി ഒരു പരാമർശനമുണ്ട്. എന്നാൽ നിത്യതയിൽ ഇത് നിത്യജീവനും നിത്യമായ അവകാശവും ലക്ഷ്യമാക്കിയുള്ള ജീവിതമാണ്. അതാണ് 1 പത്രോസിൻ്റെ 1-ാം അധ്യായം 4-5 വേദഭാഗങ്ങൾ പറയുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ദൈവം ചില അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവുമായി നമ്മെ ഏകീഭവിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. എത്രമാത്രം പ്രതികൂലങ്ങൾ, എത്രമാത്രം നന്മകൾ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവൻ അതിരുകൾ വെച്ചു. അതെ, അവൻ നമ്മെ മുൻനിയമിച്ചു. മൂന്നാമതായിട്ട് അവൻ വിളിച്ചു എന്ന് നാം വായിച്ചു. അവൻ വിളിച്ചു. ദൈവം നമ്മെ ക്ഷണിക്കുകയും നാം ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു, അല്ലേ? ദൈവമാണ് നമ്മെ വിളിച്ചത്. ആ ക്ഷണം നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു. ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ ദൈവം മുന്നമേ ഒരുക്കിയിരിക്കുന്ന രക്ഷയിലേക്ക് നാം പ്രവേശിക്കുന്നു. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. പോട്ടെ, അവൻ വിളിച്ചു കഴിഞ്ഞ് നാലാമതായിട്ട് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവൻ നീതീകരിച്ചു എന്നുള്ളതാണ്. ദൈവം നമ്മെ നീതീകരിച്ചു. റോമൻ നിയമാവലിയിലെ വാക്കാണ് നീതീകരിക്കുക എന്നൊക്കെ പറയുന്നത്. ഒരാളെ നിയമപരമായി നീതിമാൻ എന്ന് പ്രസ്താവിക്കുക എന്നാണ് അർത്ഥം. എന്നാൽ ദൈവം ഒരാളെ നീതിമാനായി പ്രസ്താവിക്കുന്നത് അയാളുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെയാണോ? പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ നീതിയുടെ അടിസ്ഥാനത്തിലാണ്. അത് നാം വിശ്വാസത്താൽ പ്രാപിക്കണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി പാപമാക്കി. അതിൻ്റെ ഫലമായി യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നമ്മെ ദൈവത്തിൻ്റെ നീതിയായി കണക്കിട്ടു. അതാ 2 കൊരിന്ത്യർ 5:21 നാം വായിക്കുന്നത്. നീതീകരണം എന്ന് പറയുന്നത് മറ്റാരുടെയും ദാനമല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതെ, ദൈവത്തിൻ്റെ ദാനം. അപ്പോൾ നീതീകരിച്ചതിന് ശേഷം 5-ാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. എന്താണ്? അവൻ തേജസ്കരിച്ചു എന്ന് പറഞ്ഞാൽ മഹത്വപൂർണമാക്കുക എന്നാണ് അർത്ഥം. അപ്പോസ്തലനായ പൗലൂസ് തൻ്റെ എഴുത്തുകളിൽ ദൈവസംബന്ധമായ സകലത്തിനും മഹത്വം എന്ന വാക്ക് അത്യാവശ്യമായിട്ട് ചേർത്തിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ദൈവികമായ ഗുണങ്ങളെ വെളിപ്പെടുത്തുന്ന ഏതൊരു പ്രവൃത്തിയും മഹത്വം എന്ന വാക്കിൽ അത് ഉൾക്കൊണ്ടിരിക്കുന്നു. പ്രകാരം ദൈവിക സ്വഭാവത്തിൻ്റെ പ്രതിഫലനവും മഹത്വമാണ്. ഈ പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് ദൈവിക തേജസ്സിനെ പ്രതിഫലിപ്പിക്കേണ്ടതിനായിട്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 43:7, റോമാലേഖനം 9:23, എഫേസ്യ ലേഖനം 1:6, 12 അതുപോലെ തന്നെ 6:1, 12, 14 വേദഭാഗങ്ങളൊക്കെ നാം സമയമുള്ളപ്പോൾ അത് വായിക്കേണ്ടതാണ്. അല്ലേ? ഒരു പ്രത്യേക കാലയളവിൽ അല്ലെങ്കിൽ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ കാണിക്കുകയാണ് ഈ പദങ്ങളെല്ലാം കേട്ടോ. സംഭവിക്കുന്ന പ്രവൃത്തിയെ ദൈവം ഉളവാക്കുന്ന പ്രവൃത്തിയായി കാണിക്കുന്നു. അവനാണ് മുന്നറിഞ്ഞതും മുൻ നിയമിച്ചതും
അവൻ തന്നെ വിളിക്കുകയും നീതീകരിക്കുകയും തേജസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നു. യാഥാർത്ഥ്യത്തിൻ്റെ സൈദ്ധാന്തികമായ ഒരു പ്രസ്താവനയാണ് ഇത് എന്ന് പറയുന്നത്. സമയത്തിന് മുമ്പെയുള്ള സമയം അഥവാ ആദിയിൽ തന്നെ ദൈവം ഇതെല്ലാം ചെയ്തു എന്ന് വേണം കരുതുവാൻ. നമ്മൾ ഓരോരുത്തരും എപ്രകാരമാണ് യേശുക്രിസ്തുവിനെ അംഗീകരിക്കുക എന്ന് ദൈവത്തിനറിയാം. ഈ അറിവിലാണ് നമ്മുടെ ഭാവി ഭാഗധേയം അവൻ തീരുമാനിച്ചത്. മനുഷ്യ ചരിത്രത്തിന് ഒരു പ്രശ്നം നേരിടുന്നതിന് മുമ്പേ ദൈവം അതിനുള്ള പരിഹാരവും കണ്ടിരുന്നു. നാം നേരിടുന്ന കാലാകാലങ്ങളിലെ പ്രശ്നങ്ങളെ മുൻകൂട്ടി അവൻ കണ്ടിട്ടുണ്ട്. അവയ്ക്കുള്ള പരിഹാരവും അവൻ തന്നെ നൽകി. അവൻ അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഭാരവും ഏറ്റെടുത്തു. പരിഹാര പദ്ധതിയുമായി നമ്മെ സമീപിക്കുകയും ചെയ്യുന്നു, അല്ലേ? ആ പദ്ധതി യേശുക്രിസ്തുവായിരുന്നു. അവനിൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവം ഒരുക്കിയിരുന്നു. ആകയാൽ ദൈവപുത്രൻ മഹത്വത്തിൻ്റെ കർത്താവും സമാധാന പ്രഭുവും ആയിത്തീർന്നു. എന്ത് ചെയ്യാനാണ് ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചത്? നമ്മുടെ പ്രശ്നങ്ങളെ എടുത്ത് മാറ്റുന്നതിനായിട്ടായിരുന്നോ? അല്ല. നാം നമ്മുടെ പ്രശ്നങ്ങളെ നേരിടുന്നതിനാവശ്യമായ ശക്തി നമ്മളിൽ നിക്ഷിപ്തമാക്കിയായിരുന്നു ഉദ്ദേശം, അല്ലേ? അതുകൊണ്ട് നാം നമ്മുടെ രക്ഷകനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും അതെ ലഭ്യമാകും. യാതൊരു സംശയവും വേണ്ട. ഈ അനുഗ്രഹീതമായ വേദഭാഗം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനർത്ഥമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് ദൈവത്തിന് മഹത്വം കരയേറ്റാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.